അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാർട്ടൂൺ ഫോട്ടോ കൊളാഷ് ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. മെയിൻലി അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ആപ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് ടൂൺമി, ദെൻ പിക്സാർട്ട്, പിൻട്രസ്റ്റ് ആൻഡ് പോസ്റ്റോഡോ. ഫസ്റ്റ് നമ്മൾ ടൂൺമി എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു എഫക്റ്റ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് വരുന്നതായിരിക്കും. അങ്ങനെ കാർട്ടൂൺ മോഡിലേക്ക് കൺവേർട്ട് ചെയ്ത ആ ഒരു പിക്ക് നമ്മൾ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നമുക്ക് എത്ര ഇമേജസ് ആണോ വേണ്ടത് അത്രയും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാനിവിടെ പിൻട്രസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിൻട്രസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ ഔട്ട്പുട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും. അപ്പോൾ ഞാനിവിടെ എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ നല്ലൊരു എസ്തെറ്റിക് ഇമേജ് കൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പോസ്റ്റോഡോ എന്ന് പറഞ്ഞ ആപ്പാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മലയാളം ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഫോണ്ട് നല്ല രീതിയിലുള്ളത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വെറൈറ്റി ഫോണ്ട്സ് അവൈലബിൾ ആണ്. ഞാനിവിടെ കുട്ടിപ്പട്ടാളെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസും ഫോണ്ടൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇമേജ് കൂടെ ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. കണ്ടില്ല, ഒരുപാട് നമുക്ക് ഫോൺസ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ദെൻ അതുകൂടെ സേവ് ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ പണി വരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പിക്സാർട്ട് ആപ്പിലാണ്. പിക്സാർട്ട് ആപ്പ് എടുക്കുക, എഡിറ്റ് ഫോട്ടോ, അതിൽ നിന്ന് നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സൈസിലേക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആവുക. അങ്ങനെ ആ പേജിലേക്ക് വേണം നമ്മൾ നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ. ഇങ്ങനെ നമുക്ക് എത്ര ഇമേജസ് ആണോ ഉള്ളത് അത്രയും ഇമേജസ് നമ്മൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഒരു 20+ ഹെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10+ ഹെഡ് തന്നെ ആയാൽ തന്നെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പകുതി സെറ്റാക്കിയിട്ട് വേണം നമ്മൾ പിന്നെ പകുതി എടുക്കാൻ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഓരോ പ്രൊഡക്റ്റും സിംഗിളായിട്ട് സെലക്ട് ചെയ്തിട്ട് അത് കട്ട് ഔട്ട് കൊടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഓരോ ഇമേജസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് സ്റ്റിക്കർ ടൈപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ 4 പേരുടെ ഇമേജ് ഒന്ന് മിങ്കിൾ ചെയ്ത് കൊളാഷ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ടോപ്പിൽ വരുന്നത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഇമേജസ് ആയിരിക്കും. നമ്മുടെ സ്ക്രീനിൽ ഫ്രണ്ടിൽ വരുന്ന ഇമേജസ് ആണ് നമ്മൾ നമ്മുടെ ലെയേഴ്സിൽ ടോപ്പിൽ കൊണ്ടുവന്ന് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷാർപ്പിന് അഡ്ജസ്റ്റൊക്കെ ഞാനൊന്ന് ബ്ലർ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ലെയറും സെലക്ട് ചെയ്തതിന് ശേഷം ഇറേസ് ടൂൾ എടുത്തിട്ട് അതിൻ്റെ ഹാർഡ്നെസ് കുറച്ചിട്ട് നമ്മുടെ ഇറേസറിൻ്റെ സൈസ് കൂട്ടിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സ്മോക്കി എഫക്റ്റ് കിട്ടും നമ്മൾ ഇറേസ് ചെയ്യുന്ന സ്ഥലത്ത്. അങ്ങനെ ഞാൻ താഴെ വരുന്ന 2 ലെയേഴ്സും അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒരു സ്മോക്കി എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പിക്സാർട്ടിൽ തന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ടെക്സ്റ്റ് ഫോണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇമേജും ആ ഒരു സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡാർക്കനോ ലൈറ്റിനോ ഏതോ നമുക്ക് വേണ്ട എഫക്റ്റ് എന്ന് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ